ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കണ്ടു നോക്കണേ. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്ത് അതൊന്ന് കൈകൊണ്ട് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് എടുക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്ത് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തടകിയിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും ഒരു വലിയൊരു സവാളയും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്ന ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ കുറച്ചെടുത്തൊന്ന് മസാലകളെല്ലാം ചേർത്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കിട്ടൊന്ന് യോജിപ്പിച്ച് പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഉടച്ചെടുത്ത ശേഷം അതും ഇതിലോട്ടിട്ടൊന്ന് യോജിപ്പിച്ച് അതെല്ലാം കൂടി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. എല്ലാം കൂടി മസാലകളെല്ലാം ഇറച്ചിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് മസാല എല്ലാം പിടിച്ച് വരുന്ന സമയം വരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലോറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണേ, അതും കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചിട്ട് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് ഒരു തിക്കായിട്ടുള്ള എന്നാൽ ലൂസായിട്ടുള്ളതും അല്ലാത്തൊരു രീതിയിലുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. എന്നാൽ ഈ രീതിയിൽ ആയി കിട്ടണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്ത് കൊടുത്തിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു ഇതെല്ലാം കൂടി അതേപോലെ ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലോണം അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് ഓയിൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഓരോ ബോളും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്ക് അടച്ച് വെച്ചേക്കണം. നല്ല രീതിയിൽ അതൊന്ന് അടച്ച് മാറ്റി വെച്ച ശേഷം ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക. എല്ലായിടവും എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം 2 സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഇതേപോലെ 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം വീണ്ടും പുറത്തെടുത്തിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് എടുത്തൊന്ന് പരത്തി കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഒന്ന് മടക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട. നേരത്തെ മടക്കിയതുപോലെ ഒന്ന് മടക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പപ്സൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ലെയർ പോലെ നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അതേപോലെ ഒന്ന് ചെയ്ത് വെച്ച ശേഷം ആദ്യം നമ്മൾ മടക്കി വെച്ചതിനെ ആദ്യം എടുക്കുക. എന്നിട്ട് അകത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അത് പുറത്ത് പോകാത്ത രീതിയിൽ സൈഡിൽ നിന്ന് ഒന്ന് പിടിച്ച് ഒരു ഞൊറിവ് പോലെ പിടിച്ച് ഒന്ന് കൂട്ടി പിടിച്ചെടുക്കുക. ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കളർ എന്താണെന്ന് ആലോചിക്കേണ്ട. അത് എനിക്കന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്തപ്പോഴത്തേക്കും കയ്യിലായതാണേ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, അകത്ത് നല്ല ചിക്കനും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഒരു ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല നമുക്ക് പപ്സിൻ്റെയൊക്കെ പുറമേ ഉള്ളതുപോലത്തെ ലെയറും അതേപോലത്തെ നല്ല മൊരുമൊരാന്നിരിക്കുന്ന നല്ലൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേ ഷേപ്പിന് തന്നെ ചെയ്തെടുക്കണമെന്നില്ല. ഷേപ്പ് നമുക്ക് വ്യത്യാസം വരുത്തിയിട്ടും ചെയ്യാം. അപ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഇത് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ.
അപ്പോൾ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്ന മക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലൊരു ഒരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.